എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പഞ്ചമിയാണ്, കൂടാതെ ശനിയാഴ്ച കൂടിയാണ്. അതുകൊണ്ട് ഇന്ന് നമുക്ക് പഞ്ചമി ദേവിയുടെ പൂജ ചെയ്യുന്നതിനുള്ള, അല്ലെങ്കിൽ ദേവിയെ ഉപാസിക്കുന്നതിനുള്ള, അല്ലെങ്കിൽ ദേവിയുടെ ജപം ചെയ്യുന്നതിനുള്ള ഒരു പ്രത്യേക ദിവസമാണ്. വാരാഹി ദേവി എന്ന് പറയുന്നത് സപ്തമാതാക്കളിൽ ഒരാളായിട്ടാണ് നമ്മൾ ആരാധിക്കുന്നത്. പ്രപഞ്ചനാഥയായ ജഗദീശ്വരിയുടെ അല്ലെങ്കിൽ ആദിപരാശക്തിയുടെ 7 വിഭിന്ന രൂപങ്ങളാണ് സപ്തമാതാക്കൾ എന്ന് അറിയപ്പെടുന്നത്. ഇത് സാധാരണയായി നമ്മുടെ സ്പിരിച്വൽ പാത്തിലെ, അതായത് ആധ്യാത്മിക വഴിയിലെ 7 ആത്മീയ തത്വങ്ങളായിട്ടാണ് സപ്തമാതാക്കളെ കണക്കാക്കുന്നത്. ദേവി മഹാത്മ്യത്തിൽ 11-ാം അധ്യായത്തിൽ ദേവിയുടെ ഈ വിവിധ രൂപങ്ങളെ സ്തുതിക്കുന്ന ശ്ലോകങ്ങൾ ഉണ്ട്. ദേവി മഹാത്മ്യത്തിൽ സപ്തമാതാക്കളുടെ ഉത്ഭവത്തെ പറ്റിയും പ്രതിപാദിച്ചിട്ടുണ്ട്. ഈ സപ്തമാതാക്കൾ എന്ന് പറയുന്നത് ബ്രാഹ്മി, വൈഷ്ണവി, മഹേശ്വരി, ഇന്ദ്രാണി, വാരാഹി അല്ലെങ്കിൽ പഞ്ചമി ദേവി, കൗമാരി, ചാമുണ്ഡി അല്ലെങ്കിൽ നാരസിംഹ ദേവി. ഇത്രയും പേരാണ് സപ്തമാതാക്കൾ എന്നറിയപ്പെടുന്നത്. അതിൽ ബ്രാഹ്മി, വൈഷ്ണവി, മഹേശ്വരി, ഇന്ദ്രാണി എന്നിവർ ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ, ഇന്ദ്രൻ ഇത്രയും ദേവതകളുടെ ശരീരത്തിൽ നിന്ന് ആവിർഭവിച്ചതാണെന്നാണ് പറയുന്നത്. പിന്നെ വാരാഹി, പഞ്ചമി, കൗമാരി. വാരാഹി പഞ്ചമി ദേവിയെ നമ്മൾ യമദേവൻ്റെ ശരീരത്തിൽ നിന്ന് ആവിർഭവിച്ചതായും കൗമാരിയെ മുരുകദേവൻ്റെ അല്ലെങ്കിൽ സുബ്രഹ്മണ്യദേവൻ്റെ ശരീരത്തിൽ നിന്ന് ആവിർഭവിച്ചതായിട്ടുമാണ് കണക്കാക്കുന്നത്. 7-ാമത്തെ രൂപമായ ചാമുണ്ഡി അഥവാ ചാമുണ്ഡേശ്വരി അല്ലെങ്കിൽ നാരസിംഹി എന്നത് ആദിപരാശക്തിയുടെ പുരികക്കൊടിയിൽ നിന്ന് അവതരിച്ച ഭദ്രകാളിയായിട്ടാണ് കണക്കാക്കുന്നത്. ഈ നാരസിംഹി ദേവി അല്ലെങ്കിൽ ചാമുണ്ഡി ദേവി തന്നെയാണ് പ്രത്യങ്കിര ദേവി എന്നുകൂടി അറിയപ്പെടുന്നത്. അതിൽ അമ്പലങ്ങളിൽ സാധാരണയായി ചണ്ഡികാ പരമേശ്വരി അല്ലെങ്കിൽ ചണ്ഡികാ ദേവിയുടെ രൂപത്തെയാണ് ആരാധിക്കുന്നത്. ഈ സപ്തമാതാക്കളോടൊപ്പം ലക്ഷ്മി ദേവിയെ കൂടി ആരാധിക്കുന്നതിന് ഒരുമിച്ച് നമ്മളതിനെ അഷ്ടമാതാക്കൾ എന്ന് പറയാറുണ്ട്. ഇന്ന് വാരാഹി പഞ്ചമി ദേവിയുടെ ഒരു പ്രധാനപ്പെട്ട ദിവസമായതുകൊണ്ട് നമുക്ക് വാരാഹി ദേവിയെക്കുറിച്ച് പറയാം. ഹൈന്ദവ വിശ്വാസപ്രകാരം വാരാഹരൂപം പൂണ്ട ആദിപരാശക്തിയാണ് വാരാഹി ദേവി അഥവാ വാരാഹി ലക്ഷ്മി അല്ലെങ്കിൽ പഞ്ചമി ദേവി എന്ന് അറിയപ്പെടുന്നത്. കാട്ടുപന്നിയുടെ മുഖത്തോടു കൂടിയ ദേവി പഞ്ചുരുളി, പന്നിമുഖി, വാർത്താളി, ദണ്ഡനാഥ, സേനാനായിക, സമയേശ്വരി, പാതിരാ പഞ്ചമി എന്നീ വിവിധ പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. സപ്തമാതാക്കളിലെ 5-ാമത്തെ ദേവിയാണ് വാരാഹി ദേവി. അതുകൊണ്ട് തന്നെ പഞ്ചമി എന്നുകൂടി അറിയപ്പെടുന്നു എന്ന് നമ്മൾ ആദ്യം പറഞ്ഞല്ലോ. ദേവിയെ ക്ഷിപ്രപ്രസാദിനിയായിട്ടാണ് കണക്കാക്കുന്നത്. കഠിനമായ വ്രതങ്ങളോ പൂജയോ ഇല്ലാതെ തന്നെ പെട്ടെന്ന് അനുഗ്രഹം ചൊരിയുന്ന ദേവിയായിട്ടാണ് വാരാഹി ദേവിയെ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ദേവി ക്ഷിപ്രപ്രസാദിയാണ്. നമ്മളാൽ കഴിയുന്ന നൈവേദ്യം കൊടുത്ത് നമ്മളാൽ കഴിയുന്ന പൂജകൾ ചെയ്ത് പ്രാർത്ഥിക്കുന്നതാണ് വാരാഹി ദേവിക്ക് ചെയ്യേണ്ടത്. പക്ഷേ വീടുകളിൽ പൂജ ചെയ്യുമ്പോൾ സാധാരണയായി വാരാഹി ദേവിയുടെ ഐഡൾ അല്ലെങ്കിൽ പ്രതിമയോ ഫോട്ടോയോ ഒക്കെ വെച്ച് പൂജിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു വിളക്കിനെ ദേവിയായി സങ്കല്പിച്ച് പ്രാർത്ഥിക്കുന്നതാണ്. താന്ത്രിക മാന്ത്രിക കാര്യങ്ങളിൽ ദേവിയെ ആരാധിക്കാറുണ്ട്. ദുരിതങ്ങളെ ശമിപ്പിക്കുന്നവളായും ഇഷ്ടവരദായിനിയായും വാരാഹി ദേവി ആരാധിക്കപ്പെടുന്നു. ഐശ്വര്യം, സമ്പത്ത്, വിജയം എന്നിവയുടെ മൂർത്തിഭാവമാണ് ദേവി എന്നാണ് വിശ്വാസം. ശത്രുദോഷ ശാന്തി,
ആഗ്രഹപൂർത്തി എന്നിവയ്ക്ക് വേണ്ടി ദേവിയെ വിളിച്ചു പ്രാർത്ഥിക്കുന്നതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ആഗ്രഹപൂർത്തീകരണം അല്ലെങ്കിൽ ഉയർച്ച, ഉന്നതി നമ്മളിൽ വന്നു ചേരും എന്നാണ് പറയുന്നത്. രാത്രി പൂജയാണ് വാരാഹി ദേവിക്ക് പറയുന്നത്. സൂര്യാസ്തമയത്തിന് ശേഷവും സൂര്യോദയത്തിനു മുമ്പുമുള്ള സമയങ്ങളിലാണ് ദേവിക്ക് പൂജ ചെയ്യേണ്ടത്. പഞ്ചമി തിഥി വരുന്ന ദിവസങ്ങൾ കറുത്ത വാവ്, വെളുത്ത വാവ്, അതായത് പൗർണമി, അമാവാസ്യ ദിനങ്ങൾ, അതുപോലെ തന്നെ ചൊവ്വ, വെള്ളി, ശനി, ഞായർ, ഈ 4 ആഴ്ച ദിവസങ്ങളിലും ആണ് ദേവിക്ക് പ്രാധാന്യം പറയുന്നത്. ഇന്ന് ശനിയാഴ്ചയും പഞ്ചമിയും ഒരുമിച്ച് വരുന്നത് കൊണ്ട് തന്നെ അതിവിശിഷ്ടമായാണ് കണക്കാക്കുന്നത്. ഇന്നേ ദിവസം ദേവിക്ക് ചെയ്യാവുന്ന വഴിപാടുകളെക്കുറിച്ചാണ് ഇനി പറയുന്നത്. ഇന്ന് രാത്രി നമുക്ക് ദേവിക്ക് ഉപ്പുദീപം കൊളുത്താവുന്നതാണ്. ഉപ്പുദീപം കൊളുത്തുക എന്ന് വെച്ചാൽ ഒരു മൺചിരാതിൽ നെയ്യൊഴിച്ച് ദേവി പൂജയ്ക്ക് വേണ്ടി ഒരു ചെമ്പ് പാത്രം അല്ലെങ്കിൽ ബ്രാസിൻ്റെ പാത്രത്തിൽ, ഒരു ചെമ്പിൻ്റെ പാത്രത്തിൽ ഒരു തളികയിൽ ഉപ്പിട്ടതിന് ശേഷം നടുവിൽ ദേവിയെ സങ്കല്പിച്ച് ഒരു വിളക്ക് കത്തിച്ച് വയ്ക്കുന്നതാണ് ഉപ്പുദീപം എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ ജാതിപത്രി വയ്ക്കാം, ഏലക്ക വയ്ക്കാം, ഗ്രാമ്പൂ വയ്ക്കാം, പിന്നെ ബദാം വയ്ക്കാം. ഇത്രയും ആണ് ഉപ്പുദീപത്തിൻ്റെ കൂടെ വയ്ക്കേണ്ടത്. പിന്നെ പൂക്കൾ എന്ന് പറയുമ്പോൾ ചെമ്പരത്തിപ്പൂവ്, തെച്ചിപ്പൂവ് എന്നിവ ദേവിക്ക് സമർപ്പിക്കാം. ഉപ്പുദീപം കൊളുത്തി പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. ഇനി ഉപ്പുദീപം കൊളുത്താതെ തന്നെ ദേവിയെ പ്രസാദിപ്പിക്കാൻ നമുക്ക് മന്ത്രം ചൊല്ലാം. ഇന്ന് രാത്രി ചൊല്ലേണ്ട മന്ത്രം 108 തവണ ചൊല്ലുന്നതാണ് പഞ്ചമി ദിവസങ്ങളിൽ ചെയ്യുന്നത്. 108 തവണ ചൊല്ലാൻ കഴിയുന്നില്ലെങ്കിൽ ദിവസവും 3 തവണ ചൊല്ലുന്നത് നല്ലതാണ്. അത് എപ്പോഴും സൂര്യാസ്തമയത്തിന് ശേഷം സൂര്യോദയത്തിന് മുമ്പായിട്ട് ചൊല്ലേണ്ട മന്ത്രമാണ്. 105 അക്ഷരങ്ങളാൽ ഉള്ള ഒരു മന്ത്രമാണ് ചൊല്ലേണ്ടത്. പഞ്ചോത്തര ശക്ത്യാക്ഷരി മന്ത്ര എന്നാണ് അതിന് പറയുന്നത്. അതിൽ 105 ലെറ്റേഴ്സാണ് ഉള്ളത്. ഈ മന്ത്രം എല്ലാ ദിവസവും 3 തവണ ചൊല്ലിയാൽ മതി. അല്ലെങ്കിൽ പഞ്ചമി തിഥികളിൽ 108 തവണയാണ് മന്ത്രം ചൊല്ലേണ്ടത്. മന്ത്രം ഇങ്ങനെയാണ്: ഐം ഗ്ലൗം ഐം നമോ ഭഗവതി വാർത്താളി വാർത്താളി വാരാഹി വാരാഹി വാരാഹമുഖി വാരാഹമുഖി അന്ധേ അന്ധിനി നമ രുണ്ടേ രുണ്ഠിനി നമ ജംഭേ ജംഭിനി നമ മോഹേ മോഹിനി നമ സ്തംഭേ സ്തംഭിനി നമ സർവദുഷ്ടപ്രദുഷ്ടാനാം സർവേഷാം സർവവാക് ചിന്ത ചക്ഷുർ മുഖഗതി ജിഹ്വസ്തംഭനം കുരു കുരു ശീഘ്രം വശ്യം കുരു കുരു ഐം ഗ്ലൗം ധ ധ ധ ധ ഹും ഫട്ട് സ്വാഹ. ഇതാണ് 105 ലെറ്ററുള്ള മന്ത്രം പറയുന്നത്. ഇത് 3 തവണ ദിവസവും ചൊല്ലുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ പഞ്ചമി തിഥികളിൽ പ്രത്യേക പൂജയ്ക്ക് പകരം 108 തവണ ഇതേ മന്ത്രം ചൊല്ലുന്നത് നല്ലതാണ്. ഈ മന്ത്രം വാരാഹി ദേവിയുടെ വളരെ ഐശ്വര്യവും അതിശക്തവുമായ മന്ത്രമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. കൂടാതെ ആന്തരികവും ബാഹ്യവുമായ എല്ലാ ശത്രുക്കളെയും കീഴടക്കുന്നതിന് ഉപകരിക്കുന്ന, സന്തോഷവും സമ്പത്തും ആകർഷിക്കുന്ന ഒരു മന്ത്രമായിട്ടാണ് കണക്കാക്കുന്നത്. ആന്തരികവും ബാഹ്യവുമായ ശത്രുക്കളെ ഇല്ലാതാക്കുന്നത് എന്ന് പറഞ്ഞാൽ അവനവനിലുള്ള ശത്രുക്കളെയും, അതായത് ലോഭം, ക്രോധം, മോഹ ആദികളായ എല്ലാ ശത്രുക്കളെയും ഇല്ലാതാക്കുന്നതും, അതുപോലെ തന്നെ പുറത്തുനിന്ന് ആൾക്കാരുടെ ആഭിചാരം പോലെയുള്ള ക്രിയകളെ തടുക്കുന്നതിനു പോലും ശക്തിയുള്ള മന്ത്രമായിട്ടാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ഇന്നത്തെ പഞ്ചമി ദിനത്തിൽ നമുക്ക്
ഇന്നത്തെ പഞ്ചമി ദിനത്തിൽ പഞ്ചമി ദേവിക്ക് അല്ലെങ്കിൽ വാരാഹി ദേവിക്ക് അല്ലെങ്കിൽ സമയേശ്വരി ദേവിക്ക് ഉപ്പുദീപം കൊളുത്തി പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ ഈ മന്ത്രം 108 തവണ ചൊല്ലുന്നത് വളരെ വിശിഷ്ടമാണ്. ഇന്നത്തെ ദിവസം ചൊല്ലാൻ കഴിഞ്ഞില്ലെങ്കിൽ അടുത്ത പഞ്ചമി ദിവസം തുടങ്ങാവുന്നതാണ്. അടുത്ത പഞ്ചമി ദിവസം തുടങ്ങി പിന്നെ ഉള്ള ദിവസങ്ങളിൽ 3 തവണ മാത്രം ചൊല്ലിയാൽ മതിയാകും. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.